ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അപ്പൊ ഇതാണ്ട് നമ്മുടെ എക്സാം അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. അപ്പൊ ഇനി എന്താ നമുക്കിത് ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ആയ ജീവന്റെ ചെപ്പുകൾ അല്ലെങ്കിൽ കാസ്കറ്റ്സ് ഓഫ് ലൈഫ്, ആ ഒരു യൂണിറ്റിലൂടെ നമ്മൾ എന്താണ് വൺ ടൈം റിവിഷൻ പോവുകയാണ്. അതായത് ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ ഈ യൂണിറ്റിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ പോവാ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? മാക്സിമം ഈ ഒരു ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. നമുക്കറിയാലോ, നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഏറ്റവും ആദ്യം എന്തായിരുന്നു മക്കളെ പഠിച്ചത്? എന്തായിരുന്നു? ഹാൻഡ് ലെൻസ് എന്തിനായിരുന്നു മക്കളെ യൂസ് ചെയ്യുന്നത്? നമുക്ക് കാണാൻ പറ്റുന്ന ജീവികളെ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ജീവികളെ കുറച്ചും കൂടി വലുതാക്കി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഹാൻഡ് ലെൻസ് യൂസ് ചെയ്തത്. ശരിയാണല്ലോ. പക്ഷെ അതേസമയം വളരെ ചെറിയ വസ്തുക്കളെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? നമ്മുടെ ചുറ്റും ഉണ്ടാവുന്ന പൊടിപടലങ്ങളെ നമുക്ക് ചുറ്റും നമ്മളുടെ കണ്ണിന് കാണാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ടല്ലേ. നമ്മളിങ്ങനെ അച്ചിവിടുന്ന സമയത്ത് എന്താണ്, രോഗാണുക്കളൊക്കെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. ആ രോഗാണുക്കളെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എന്താണ്, ഏറ്റവും ചെറിയ ഉറുമ്പ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പുഴുക്കളെയൊക്കെ എന്താണ് നമുക്ക് കാണാൻ പറ്റും. ആ പുഴുക്കളെയൊക്കെ, ആ വസ്തുക്കളെയൊക്കെ വലുതാക്കി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഹാൻഡ് ലെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി അതേ സമയം നമുക്കിങ്ങനെ നമ്മുടെ നേക്കഡ് ആയി കൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനെ നമ്മൾ ഒറ്റ വാക്കിൽ വിളിക്കുന്നതാണ് സൂക്ഷ്മജീവികൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. ഈ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? അതിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ മൈക്രോസ്കോപ്പ് എന്തിനാന്ന് ചോദിച്ചാൽ മക്കൾ എന്ത് പറയണം? മൈക്രോസ്കോപ്പ് ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു സീ ദ മൈക്രോ ഓർഗാനിസം ദാറ്റ് കാനോട്ട് ബി സീൻ ബൈ ദ നേക്കഡ് ഐ. അതായത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികളെ കാണുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഏത് എക്സ്പെരിമെന്റ് പറഞ്ഞാലും അതിന്റെ കൂടെ തന്നെ എന്തായിരിക്കും? ആ ഒരു ഡിവൈസിന്റെ കൂടെ, ആ ഒരു ഉപകരണത്തിന്റെ കൂടെ ഒരു കവർ ഗ്ലാസും ഒരു സ്ലൈഡും ഉണ്ടായിരിക്കും. അത് മക്കൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു സ്ലൈഡ് ഉണ്ടാവും. ആ സ്ലൈഡിലായിരിക്കും നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ഒഴിക്കുന്നത്. അതിനുശേഷം അത് കവർ ചെയ്തുകൊണ്ട് ഒരു കവർ ഗ്ലാസും ഉണ്ടായിരിക്കും. അത് മക്കൾ ചെറുതായിട്ടൊന്ന് ഓർത്ത് വെക്കണം. അപ്പം ഈ ഒരു യൂണിറ്റില് നമ്മൾ 3 എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ജലത്തിലെ സൂക്ഷ്മജീവികളെ കാണാൻ വേണ്ടി. അതിനുവേണ്ടി നമ്മൾ എടുത്ത ജലം എന്തായിരുന്നു? വൈക്കോൽ ഇട്ട് വെച്ച വെള്ളം കേട്ടോ. വൈക്കോൽ ഇട്ട് വെച്ച വെള്ളം. ആ വൈക്കോൽ ഇട്ട് വെച്ച വെള്ളം നമ്മൾ എന്ത് ചെയ്തു? മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നിരീക്ഷിച്ചപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി മക്കളെ? നമുക്ക് എന്ത് കാണാൻ പറ്റി? നമുക്ക് 3 സൂക്ഷ്മജീവികളെ കാണാൻ പറ്റി. 3 മൈക്രോ ഓർഗാനിസത്തിനെ കാണാൻ പറ്റി. ഏതൊക്കെയായിരുന്നു? ഈ പറയുന്ന അമീബ, പാരമീസിയം, യുഗ്ലീന. അപ്പൊ അമീബ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഷേപ്പും ഇല്ല കേട്ടോ. അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, പ്രത്യേകിച്ച് ഒരു ഷേപ്പും ഇല്ല. അതുപോലെ തന്നെ എന്താണ്, പാരമീസി എന്ന് പറഞ്ഞാൽ മക്കൾ ഒരു ചെരുപ്പ് ആലോചിച്ചാൽ മതി. അതുപോലെ യുഗ്ലീന എന്ന് പറഞ്ഞാൽ ആ യുഗ്ലീനയ്ക്ക് എന്തുണ്ടാവും? ഒരു ടെയിലുണ്ടാവും, ഒരു വാലുണ്ടാവും. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ മക്കൾ പഠിച്ചിരിക്കണം കേട്ടല്ലോ. ഇനി നമുക്കറിയാം അല്ലെ, എല്ലാ സൂക്ഷ്മജീവികളാണെങ്കിലും എല്ലാ ഓർഗാനിസം ആണെങ്കിലും എന്താണ്, അവർക്ക് അവരുടെ ശരീരത്തിലൊക്കെ എന്താണ് ജീവൻ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവും. അതായത് ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കും? വളരെ ചെറിയ 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 ചെറു ഘടകങ്ങൾ ചേർന്നിട്ടാണ് കേട്ടോ. അതായത് സ്മോൾ യൂണിറ്റ്സ് ചേർന്നിട്ടാണ്. ആ യൂണിറ്റിനെ നമ്മൾ ഒരു പേരിട്ട് വിളിച്ചായിരുന്നു. എന്തായിരുന്നു ആ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്? എന്ത്? സെൽസ് അല്ലെങ്കിൽ കോശം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു സെൽ, ഒരു കോശം മാത്രമുള്ള ജീവികളും ഉണ്ടാവും, ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളും ഉണ്ടാവും. അപ്പൊ അവരെ രണ്ടുപേരെയും നമ്മൾ 2 പേരിട്ടാണ് വിളിക്കുന്നത്. വേഗം പറഞ്ഞു. ഒരു കോശം അല്ലെങ്കിൽ ഒരു സെല്ല് മാത്രമായിട്ട് നിർമ്മിക്കപ്പെട്ട ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. അതായത് ഓർഗാനിസം വിത്ത് ഓൺലി 1 സെൽ. ഒരു സെല്ല് മാത്രമാണെങ്കിൽ എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ഇനി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എന്താണ്? അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ, അവയൊക്കെ എന്താണ്? ഏകകോശ ജീവികളാണ്. എന്നാൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളുണ്ട്. അതായത് മോർ ദാൻ 1 സെൽസ് ഉള്ള ജീവികളുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓർത്ത് വെക്കണം. നമ്മളെ തന്നെ ആലോചിച്ചാൽ മതി. പ്ലാന്റ്സും ആനിമൽസും ഒക്കെ എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പം അത് തന്നെ എന്താണ് ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ മക്കൾക്ക് ഇങ്ങനെ എഴുതാം. there are the organism with 1 cell. അതാണ് യൂണിസെല്ലുലാർ. അമീബ, ബാക്ടീരിയ, യുഗ്ലീന, പാരമീസിയം. അതുപോലെ തന്നെ there are organism with more than 1 cell. അതായത് അതിനെയാണ് നമ്മൾ ബഹുകോശ ജീവികൾ, ഒന്നിലധികം കോശങ്ങളുള്ളതിനെയാണ് നമ്മൾ ബഹുകോശ ജീവികൾ, യൂണിസെല്ലുലാർ അല്ല
മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത് മൃഗങ്ങളും സസ്യങ്ങളുമാണ് അതിന്റെ എക്സാമ്പിൾസ് പറയുന്നത്. ഈ ഒരു ടാബുലാർ കോളം അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്നത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കണം. ഇതുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗത്തെ മൊത്തം കാര്യങ്ങൾ നമുക്കൊരു ചെറിയൊരു ചിത്രത്തിലൂടെ നമുക്ക് ഫുൾ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും കേട്ടോ. ഇനി എന്താ ചെയ്തത്, നമ്മൾ സെക്കൻഡ് എക്സ്പെരിമെന്റിലേക്ക് പോയി. സെക്കൻഡ് എക്സ്പെരിമെന്റ് എന്തായിരുന്നു മക്കളെ, നമ്മൾ എന്തായിരുന്നു നമ്മുടെ ചീക്ക് സെല്ലിന് കവിളിലെ കോശങ്ങളെ അറിയാൻ വേണ്ടി എടുത്ത പരീക്ഷണമായിരുന്നു. അതിനുവേണ്ടി എന്താണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തു. അതിനുവേണ്ടി നമ്മൾ എന്താണ് ഒരു ബ്രഷ് എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് എന്താണ് നമ്മൾ അകത്ത് റബ്ബ് ചെയ്തിട്ട് അത് നമ്മുടെ സ്ലൈഡിൽ വെച്ചു. എന്നിട്ട് നമ്മൾ അവിടെ ഒരു സ്റ്റെയിൻ ഒറ്റിക്കുന്നുണ്ട്. ആ സ്റ്റെയിൻ മക്കൾ ഓർത്ത് വെക്കണം, എന്തായിരുന്നു, നമ്മുടെ മെത്തിലിൻ ബ്ലൂ സ്റ്റെയിൻ. ആ സ്റ്റെയിൻ ഒറ്റിച്ചിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ എന്താണ്, നമുക്ക് ചീക്ക് സെല്ല് കാണാൻ പറ്റും. കാണുന്നുണ്ടല്ലോ, ചീക്ക് സെല്ല് കാണാൻ പറ്റും. അതായത് നമ്മുടെ ആനിമൽ, നമ്മളൊക്കെ എന്താണ് ചീക്ക് സെല്ലല്ലേ നമ്മുടെയൊക്കെ വായിലുള്ളത്. ആ ചീക്ക് സെല്ല് നമ്മുടെ വായിലുള്ളതും അതുപോലെ തന്നെ വളരെ പ്രായമുള്ള ഒരാളുടെ വായിലുള്ളത് നോക്കിയാൽ നമുക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരെണ്ണം കാണാൻ പറ്റും. അതായത് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ജീവികളുടെ വലിപ്പം കോശത്തിനെയാണോ ആശ്രയിക്കുന്നത്? ആണോ? എങ്ങനെയാണ് ആശ്രയിക്കുന്നത്? അവയുടെ എണ്ണത്തിനെയാണ് ആശ്രയിക്കുന്നതെന്ന് മനസ്സിലാവും. ജീവികളുടെ വലിപ്പ വ്യത്യാസം കോശങ്ങളുടെ എണ്ണത്തിനെയാണ് ആശ്രയിക്കുന്നത്, അല്ലാതെ കോശത്തിനെയല്ല, കോശത്തിന്റെ വലുപ്പത്തിനെ അല്ല ആശ്രയിക്കുന്നത്. ആ ഒരു പോയിന്റ് നമുക്ക് ഈ ഒരു പരീക്ഷണത്തിലൂടെ മനസ്സിലാവും. ഏത് പരീക്ഷണം എന്ന് ചോദിച്ചാല് ചെറിയ ഒരാളുടെയും വലിയ ഒരാളുടെയും ചീക്ക് സെല്ല് പരിശോധിച്ച രണ്ടും എന്താണ് സമാനമായിട്ടാണ് കാണുന്നത്. അതായത് അവിടെ സെല്ലുകളുടെ എണ്ണമാണ് കൂടിയത്, അല്ലാതെ കോശത്തിന്റെ സെല്ലിന്റെ വലിപ്പമല്ല. അത് മക്കള് ഓർത്തു വെക്കണം കേട്ടോ. പിന്നെ കുറച്ച് ചീക്ക് സെല്ല് പോലെ തന്നെ എന്താണ് നമ്മുടെ ആനിമൽ സെൽസ് കുറെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ഏതൊക്കെയാണ്, ബ്ലഡ് സെല്ല് പഠിക്കുന്നുണ്ട്, ന്യൂറോൺ സെല്ല് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പേശികോശം മസിൽ സെൽസ് പഠിക്കുന്നുണ്ട്, വൈറ്റ് ബ്ലഡ് സെൽ, മൊത്തത്തിൽ നമുക്ക് ബ്ലഡ് സെൽ എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം എല്ലാ സെല്ലും നോക്കിയാൽ എന്താണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് കാണാൻ പറ്റും. എന്തൊക്കെയാണ്? ഏറ്റവും പുറമേ കാണുന്ന ആവരണം അതാണ് നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ കേന്ദ്രം, ഓരോ സെല്ലിന്റെയും കേന്ദ്രം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത്. ആ ഒരു മർമ്മത്തിന് ചുറ്റും, അതായത് നമ്മുടെ ആ ഒരു ആവരണത്തിന്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ആ ഒരു ദ്രവ്യരൂപത്തിൽ കാണപ്പെടുന്ന ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും മക്കള് തരംതിരിച്ച് പറയാൻ പഠിക്കണം. അതുപോലെ തന്നെ അത് അടയാളപ്പെടുത്താനും പഠിക്കണം. കേട്ടല്ലോ? മർമ്മം, കോശദ്രവ്യം, കോശസ്തരം, അതായത് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ എന്നിവയാണ് കോശത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. ഏത് കോശത്തിന്റെയാ? നമ്മുടെ ആനിമൽ സെല്ലിന്റെ പ്രധാന ഭാഗങ്ങള്. പിന്നെ എന്താണ്? കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം. അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കവറിംഗ് ആണ്, അതിന്റെ ഒരു ആവരണമാണ്. അതുപോലെ തന്നെ ദ മെട്രിക്സ് ഫിൽഡ് ഇൻസൈഡ് ഉള്ള മെട്രിക്സ് ആണ്, കോശസ്തരത്തിന് അകത്ത് നിൽക്കുന്ന ദ്രവപദാർത്ഥമാണ് എന്ത്? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം എന്ന് പറയുന്നത്. അത് മക്കൾ നോട്ട് ചെയ്യണം. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു സെല്ല് തന്നിട്ട്, വെളുത്ത രക്തകോശമാണ് ഇവിടെ തന്നിരിക്കുന്നത്, അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ വരും. അതൊരു ചോദ്യമായിട്ട് മക്കൾ എടുക്കണം. ഇത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കവിളിലെ കോശങ്ങളുടെയും ഭാഗങ്ങള് മക്കള് എങ്ങനെ അടയാളപ്പെടുത്തൂന്ന് പഠിക്കണം. അതിവിടെ മിസ് എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. അത് മക്കൾ നോക്കണേ. ഇനിയുള്ളതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ എക്സ്പെരിമെന്റ്. അതെന്തിനായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ പ്ലാന്റ് സെല്ലിനെ പറ്റി പഠിക്കാൻ വേണ്ടി, അതായത് ഉള്ളിത്തൊലിയിലെ കോശങ്ങളെ പറ്റി പഠിക്കാനായിരുന്നു. അതിന് നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ഉള്ളിയുടെ പുറമെയുള്ള ആ ഭാഗമൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ അതിന്റെ ഉള്ളിലത്തെ ഭാഗം, ആ ഒരു വെളുത്ത മാംസലമായ ഭാഗം ഒന്ന് ചീന്തി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? മൈക്രോസ്കോപ്പിലൂടെ നോക്കി. അവിടെ നമ്മൾ ഒരു സ്റ്റെയിൻ യൂസ് ചെയ്തായിരുന്നു. അതിന്റെ പേരെന്തായിരുന്നു? നമ്മുടെ സഫ്രാനിൻ. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ഉള്ളിയിലെ കോശം കിട്ടി. ഇനി നമ്മൾ നേരത്തെ ആനിമൽസിലെ പല കോശങ്ങൾ പഠിച്ചതുപോലെ തന്നെ പ്ലാന്റ്സിലെയും പല കോശങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതാ കാവൽ കോശമുണ്ട്, ടൊമാറ്റോ സെൽ ഇതാണ്ട്, ലീഫ് സെൽ ഇതാണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞ സ്റ്റെമ്മിന്റെ ഉള്ള ഒരു സെല്ലാണ്. അപ്പൊ ഇത് നോക്കുമ്പോ എന്താണ്, ഇവിടെ നമുക്ക് കുറേ സമാനമായ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. എന്തൊക്കെ കാണാൻ പറ്റും നോക്കിക്കേ. മർമ്മം ഉണ്ടല്ലേ, നമ്മുടെ ആനിമൽ സെല്ലിന്റെ പോലെ തന്നെ എന്താണ് ഇവിടെയും കേന്ദ്രമായ നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ എന്താണുള്ളത്? ഇതാണ്ട് കോശദ്രവ്യം, സൈറ്റോപ്ലാസം, അതും നമ്മുടെ ആനിമൽ സെല്ലിലുണ്ട്. പിന്നെ എന്താണ്? കോശസ്തരം, സെൽ മെംബ്രെയിൻ, അതും നമ്മുടെ ആനിമൽ സെല്ലിലുണ്ട്. പിന്നെ എന്താണ്? ഫേനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്യൂൾ ഉണ്ട്. അത് ആനിമൽ സെല്ലിലുണ്ട്, പക്ഷെ എന്താണ്? വളരെ ചെറുതാണ്. അത് മക്കൾ ഓർത്ത് വെക്കണം കേട്ടോ. പ്ലാന്റ് സെല്ലിലുള്ള ഫേൻ എന്ന് പറഞ്ഞാൽ വലുതാണ്. അത് കൂടാതെ രണ്ട് കാര്യങ്ങളും കൂടി മക്കൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താണ്? ഹരിതകം, ക്ലോറോപ്ലാസ്റ്റ്. അതെവിടെയാണ്? നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ തന്നെ നോക്കി
നോക്കിക്കേ. അതുപോലെ തന്നെ നോക്കിക്കേ, സെൽ വോൾ, അതായത് കോശഭിത്തി, അതും നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, അതായത് ഹരിതകവും കോശഭിത്തിയും എവിടെയാണ് മക്കളെ? നമ്മുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണുള്ളൂ, ആനിമൽ സെല്ലിൽ കാണില്ല. ആ ഒരു വ്യത്യാസം മക്കൾ ഓർത്തു വെക്കണം. ഓക്കെ അല്ലേ? അത് രണ്ടും കൂടി ഒരുമിച്ച് കാണുന്ന ഒരു ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതാണ് ഇവിടെ മിസ് തന്നിരിക്കുന്നത്. ഏതൊക്കെ സെല്ലില് ഏതൊക്കെ ഭാഗങ്ങളുണ്ട്, ഏതൊക്കെ സെല്ലിൽ ഏതൊക്കെ ഭാഗങ്ങളില്ല എന്ന് മക്കൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം. കേട്ടല്ലോ? അതുപോലെ തന്നെ അവ അടയാളപ്പെടുത്താനും മക്കൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു ടാബുലർ കോളം തന്നിട്ട് നിങ്ങളോട് പല പാർട്സ് എഴുതിയിട്ട് അത് എവിടെ ആനിമൽ സെല്ലിലുണ്ടോ അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിലുണ്ടോ എന്ന് ടിക്ക് ചെയ്യാനൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ആ ഒരു യൂണിറ്റിലുള്ളത്. ഈ ഒരു യൂണിറ്റ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇനി ചെയ്യും കേട്ടോ. ഇനി എന്താണേലും നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.